ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്ന് ചൂടാക്കുകയാണ്. അത് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ബീഫ് ഞാൻ ഒന്ന് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്ന രീതിയിൽ ഒരു 90% ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ബീഫ് ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടും അതിൻ്റെ വന്ന ഗ്രേവി ഞാൻ വേറൊരു പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ പച്ചമുളക് അധികം എരിവുള്ളതായതുകൊണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല. നിങ്ങൾ പച്ചമുളക് ഇടുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം പോണ വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണം പോയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വഴറ്റുമ്പോൾ പ്രത്യേകം നല്ലോണം വഴണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നല്ലോണം വഴറ്റി തന്നെ എടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ അത് നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ മാറ്റി വെച്ചിരുന്ന ബീഫ് മാത്രം ഇട്ട് കൊടുക്കുകയാണ്.
അതിട്ടതിന് ശേഷം അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ കുറച്ച് അധികം കുരുമുളക് ഇട്ടിട്ടുണ്ട്. കാരണം കടയിൽ നിന്ന് വാങ്ങിയ കുരുമുളക് ആയതുകൊണ്ട് അതിന് അധികം എരിവുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഗ്രേവി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നല്ലോണം ഒന്ന് കുറുകിയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറുകാനായിട്ട് ഇത്തിരി ഒരു 2-3 മിനിറ്റ് നമുക്ക് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആ ഒഴിച്ച ബീഫിൻ്റെ ഗ്രേവി നല്ലോണം കുറുകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള ബീഫിൻ്റെ ആ ഗ്രേവിയും കൂടി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ലോ ടു മീഡിയം ഹീറ്റിലോട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്.
നിങ്ങൾ ഇടയിലൊന്ന് പാത്രത്തിൻ്റെ മൂടി തുറന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അതിനൊരു 2 മിനിറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ മീഡിയം ഹീറ്റിൽ വെക്കുമ്പോൾ ചിലപ്പോൾ കാരണം എന്തോരം വെള്ളം ഇത് പെട്ടെന്ന് ഇതാവും അബ്സോർബ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ബീഫിൻ്റെ ഇത് നല്ലോണം ഒന്ന് കുറുകി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.